കണ്ണൂരിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ ആർ രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ചത് കൊടിയ അനാദരവ്. കണ്ണൂരിൽ നിന്നും തൃശൂർ ചാവക്കാട് വരെ 4 ദിവസം പഴക്കമുള്ള എംബാം ചെയ്യാത്ത മൃതദേഹം എത്തിച്ചത് ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ. യാത്രക്കിടയിൽ 2 തവണ മൃതദേഹം ആംബുലൻസുകൾ മാറ്റി കയറ്റി. അതേസമയം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ പുല്ലുവിള സ്വദേശി ജോണിനായുള്ള തെരച്ചിൽ 7ാം നാളും എങ്ങും എത്തിയിട്ടില്ല. കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ മകന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ രേഷ്മ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വിശദീകരണം. മഴക്കെടുതിയിൽ രാഷ്ട്രീയ വിവാദം കനക്കുമ്പോഴും ആലപ്പുഴയിലെയും കോട്ടയത്തെയും പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരിതം തുടരുകയാണ്. സംസ്ഥാനത്തെ പ്രളയക്കെടുതിയിൽ നിസ്സഹായരായി മാറുകയാണോ സംസ്ഥാന സർക്കാർ? കാണാം RDX ആപ്പ്. ചെറുപുഴ മീന്തുള്ളിയിലെ മലവെള്ളപ്പാച്ചിലിൽ കർഷകനെ രക്ഷിക്കുന്നതിനിടെ മരിച്ച ആർ രാജേഷിനോടാണ് സർക്കാരിന്റെ അനാദരവ്. സ്വന്തം ലൈഫ് ജാക്കറ്റ് അപകടത്തിൽപ്പെട്ടയാൾക്ക് ഊരി നൽകിയ ശേഷമാണ് രാജേഷിനെ കാണാതായത്. രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ നൽകിയതാകട്ടെ ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസ്. മൃതദേഹം എംബാം ചെയ്യാനും ആശുപത്രി അധികൃതർ തയ്യാറായില്ല. പോകുന്ന വഴിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് തൃശൂർ ചാവക്കാട് വെച്ച് ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലേക്ക് മാറ്റി. രാജേഷിന്റെ മൃതദേഹം ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ കൊണ്ടുപോയ സംഭവത്തിൽ കണ്ണൂർ കലക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അതേസമയം അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലെന്ന പരാതിയും ശക്തമായിട്ടുണ്ട്. ഇതിനിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇനി ആരും വരരുതെന്ന കോട്ടയം കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ഗോപിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ക്യാമ്പിൽ സൗകര്യങ്ങളില്ലെന്നും വെള്ളത്തിന് ക്ഷാമമുണ്ടെന്നും ശബ്ദരേഖയിൽ AP ഗോപി വെളിപ്പെടുത്തി. RDX ആപ്പ് ന്യൂസ് മലയാളം. യാത്രക്കിടയിൽ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസ് കണ്ടെത്തി മൃതദേഹം അതിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർ വെളിപ്പെടുത്തി. ഫ്രീസർ വെച്ചിട്ടും സ്മെല്ല് വരുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. അത്രക്കും വീക്കായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. ഇതുവരെയൊക്കെ ബോഡി ഇങ്ങനത്തെ ഒരു ബോഡി ആകുമ്പോൾ ഇതുവരെക്കും ഇങ്ങനെ ഒന്നും ഇല്ലാതെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായില്ല. എപ്പോഴും ഒന്ന് ഫ്രീസറും പിന്നെ നിയാസ് പറഞ്ഞ പോലെ എംബാം ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുപോകാറ്. അങ്ങനെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. കണ്ണൂരിൽ നിന്നൊക്കെ തിരുവനന്തപുരം പറഞ്ഞാൽ എന്തായാലും ഒന്ന് ഫ്രീസർ വേണോ നിർബന്ധമാണ്. അല്ലാതൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്തപ്പോൾ തന്നെ ഫ്രീസറുള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിരുന്നുവെന്ന് രാജേഷിന്റെ വാർഡ് മെമ്പർ മഹേഷ് പറഞ്ഞു. എംബാം പോലും ചെയ്യാതെ മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു നൽകുകയായിരുന്നുവെന്നും മഹേഷ് ആരോപിച്ചു. പയ്യന്നൂരിൻ്റെ ഹോസ്പിറ്റലുള്ള അവരുടെ തന്നെ ആ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ആംബുലൻസ് തന്നെയായിരുന്നു. പക്ഷേ ഈ ആംബുലൻസിനകത്ത് ഫ്രീസർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വ്യക്തമായി ചോദിച്ചു, ആംബുലൻസിൽ ഫ്രീസർ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ സ്മെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഏതാണ് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞു. അത് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ആ ആംബുലൻസിൻ്റെ ഡ്രൈവർക്ക് തന്നെ ഈ ഹോസ്പിറ്റൽ അറിയാമായിരുന്നു. പുള്ളി തന്നെയാണ് അതിനകത്ത് അകത്ത് കയറ്റുകയും അവിടെ നിന്നുകൊണ്ട് ആംബുലൻസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ്. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് എന്ന ന്യൂസ് മലയാളം വാർത്ത അന്വേഷിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പ്രതികരിച്ചു. രാജേഷിൻ്റേത് സമാനതകളില്ലാത്ത ജീവത്യാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു മരണം എന്ന് പറയുന്നത്. ഒരുപാട് പേരെ സഹായിച്ച് വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന്റെ ഇത്തരമായ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കാം കാര്യങ്ങൾ. ചെങ്ങന്നൂർ, തിരുവല്ല, കുട്ടനാട് ഭാഗങ്ങളിൽ വെള്ളം തങ്ങി നിൽക്കുന്നുവെന്നും പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരിതമാണെന്നും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ ഇന്ന് പറഞ്ഞു. ചെങ്ങന്നൂർ മണ്ഡലത്തെയും കുട്ടനാടിനെയും പൂർണ്ണമായും വെള്ളത്തിലാണ്. ഇത് പൂർണ്ണമായും ഒഴുകി പോകണമെങ്കിൽ ഈ തോട്ടപ്പള്ളി സ്പിൽവേ അതിന്റെ പൊഴി മൊത്തം ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിന്റെ 300 മീറ്റർ നീളത്തിലും ഏകദേശം 20 അടി താഴ്ചയിലുമാണ് ഇത് കുഴിക്കുന്നത്. അതിനാവശ്യമായ അടിയന്തരമായ നടപടി സ്വീകരിച്ചതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. ക്യാമ്പിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇനി ആരും വരരുത് എന്ന് കോട്ടയം കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ഗോപിയുടെ ശബ്ദ സന്ദേശവും ഇന്ന് പുറത്തു വന്നു. അല്ല, വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അതായത് വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. എന്നാണ് തന്നെ രാവിലെ വെള്ളമില്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ ജോണിന്റെ കുടുംബം ഇന്നും രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് ജോണിന്റെ മകൾ ജിജിക്കെതിരെ അതിരൂക്ഷ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ചെയ്യാനുള്ളത് ചെയ്തില്ലെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ ഉയരുമെന്ന് ജിജിയുടെ മറുപടി.
നിങ്ങൾ എന്ത് പറഞ്ഞോട്ടെ, ഇത് വിഷയം തെന്നി മാറ്റിക്കാനുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വരുത്തേണ്ട ഡെവലപ്മെൻറ്റിനെ തെന്നി മാറ്റിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസിനെ, ഈ ഒരു അന്വേഷണത്തിനെ മാറി മറിപ്പിക്കാനുള്ള ചില വിട്ടി തന്ത്രങ്ങളായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയെങ്കിൽ അവിടെ പിടിച്ചിറക്കാനുള്ള റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അപ്പം അവർ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം. മിസ്റ്റർ, യു ആർ ദ പബ്ലിക് സർവൻറ്റ്. ആ സെർവ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, വീണ്ടും ചോദിക്കും. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ കുടുംബം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തി. ഇന്ന് തെരച്ചിലിൽ തൃപ്തിയില്ല എന്നാരോപിച്ചാണ് ഗൗതത്തിന്റെ കുടുംബം പ്രതിഷേധിച്ചത്. ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അവരിപ്പോഴാണ് ഡിമാൻഡ് ചെയ്തതെന്ന്. അപ്പം ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമുള്ള അന്വേഷണ സൗകര്യങ്ങളെ നമുക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ഒരമ്മ, ഈ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പം മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. പക്ഷെ അത്യധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത്രയും ദുരന്തവും ദുരിതവും ഇപ്പോൾ തന്നെ തുടരുകയാണ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അടുത്ത മണിക്കൂറുകളിൽ. അപ്പോൾ നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ടി വരുന്നത് സങ്കടകരമാണ്. പക്ഷേ ഇതൊക്കെയാണ് നടക്കുന്നത്, അല്ലേ? തീർച്ചയായും. ഇതിൽ എന്താണ്, ഇതിപ്പോൾ ഒരു സർക്കാർ അധികാരമേറ്റ് 2 മാസമേ ആയിട്ടുള്ളൂ. അതിന് തൊട്ടു പിന്നാലെ വന്ന ഒരു ദുരന്തം എന്ന നിലയ്ക്ക് ചില ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ഈ സർക്കാരിന് കൊടുക്കാം എന്ന് നമ്മൾ കരുതിയാൽ പോലും അതിന് സർക്കാർ സമ്മതിക്കില്ല എന്ന മട്ടിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത് എന്നതുകൂടിയാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടല്ലോ, ഈ വിഴിഞ്ഞത്ത് കാണാതായ ജോണിൻ്റെ മകൾ ജിജി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വേണ്ട കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് അവരുടെ പരാതിയാണ്. മാത്രമല്ല, ഈ തിരുവനന്തപുരത്തും കൊല്ലത്തുമായിട്ടാണ് ഈ കടലിൽ പോയ ആളുകളെ കാണാതായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയെങ്ങും മുഖ്യമന്ത്രിയുടെ ഒരു സന്ദർശനം ഉണ്ടായിട്ടില്ല. അതായത് മറ്റു ദുരന്തബാധിത മേഖലകളിൽ പലയിടത്തും മുഖ്യമന്ത്രി ആദ്യത്തെ വിമർശനം ഉയർന്നതിന് പിന്നാലെ പോയിട്ടുണ്ട്. പത്തനംതിട്ടയിലടക്കം എല്ലാ സ്ഥലത്തും അങ്ങനെ എത്തിപ്പെടാവുന്ന ചില സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട്, വാസ്തവമാണ്. പക്ഷേ തീരദേശ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവരെ കാണാതായത്. ആ സമയത്ത് പക്ഷേ അവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്നില്ല. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ ദുരന്തകാലത്തും കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്, ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. അതായത് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ആളുകളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കാനോ ഒക്കെ കേരളത്തിൻ്റെ പട്ടാളം എന്ന് നമ്മൾ അഭിമാനത്തോടെ 2018 നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ആ മത്സ്യത്തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ പ്രതികരണം സനീഷ് കണ്ടുകാണെന്ന് ഞാൻ കരുതുന്നത്. കടൽ തീരത്തൊക്കെ പോകാനോ, അവിടെ പോയാൽ പ്രശ്നമല്ലേ എന്ന മട്ടിലുള്ള പ്രതികരണമാണ്. അതായത് ഇങ്ങനെ പോയില്ലല്ലോ എന്നുള്ളത്. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, വിഴിഞ്ഞം വരെ തിരുവനന്തപുരത്ത് നിന്ന് എത്തിപ്പെടാവുന്ന ദൂരമൊന്നും ചെറിയ ദൂരമേ ഉള്ളൂ, പക്ഷെ പോയിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുമ്പോൾ അദ്ദേഹം അതിനെ ഈ ഓഖി ദുരന്തകാലത്ത് 2017 പിണറായി വിജയൻ വിഴിഞ്ഞത്ത് ചെന്നപ്പോൾ 3 മിനിറ്റ് ഒരു പ്രതിഷേധമുണ്ടായി. സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങൾ. പിണറായി വിജയൻ ചെന്നപ്പോൾ ഇതുപോലുള്ള പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി, വലിയ പ്രതിഷേധം ഉണ്ടായി, തടഞ്ഞു നിർത്തുന്ന സ്ഥിതി ഉണ്ടായി. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഓർക്കുന്നുണ്ടാവും. അത് ഓർത്തുകൊണ്ടായിരിക്കാം വി ഡി സതീശൻ പറയുന്നത് അയ്യോ അവിടെയൊക്കെ പോയാൽ അറിയാമല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതൊരിക്കലും അങ്ങനെ പാടില്ല. അതിനുശേഷമാണ് കൂടുതൽ രൂക്ഷമായി അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മട്ടിൽ വിചിത്രമായ കാര്യം, ഒരു ദുരന്തകാലത്ത് ആളുകൾ പൊട്ടിക്കരയുമ്പോൾ അതിന് താഴെ വന്ന് ചീത്ത വിളിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ജിജി പറയുന്നുണ്ട്. ജിജിക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലുമില്ല. പക്ഷേ ജിജിയെ ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളുടെ അടിയിൽ വന്ന് തലങ്കം വിലങ്കം ചീത്ത വിളിക്കുകയാണ്. നമുക്കിപ്പോൾ നേരിട്ട് കൃത്യമായി ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ എനിക്ക് സാധ്യമായ പ്രൊഫൈലുകളിലെല്ലാം പോയി നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരും പിന്നെ കുറേ കോൺഗ്രസ്സുകാരുമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ആ പ്രൊഫൈലുകൾ ആ സ്വഭാവമുള്ളതാണ്. എങ്ങനെയാണ് ദുരന്തത്തിൽപ്പെട്ട് നിൽക്കുന്ന ആൾ? ജിജിയുടെ അച്ഛൻ കടലിൽ പോയി കാണാതായി, കടലിൽ കിടക്കുകയാണ്. കണ്ടെത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കാര്യക്ഷമമായി നടത്തണമെന്ന് അവരാവശ്യപ്പെട്ടതാണ് ആകെപ്പാടെയുള്ള ഒരു കുറ്റം. ഈ സർക്കാർ ഇങ്ങനെയാണോ എൻ്റെ അച്ഛനെ കണ്ടെത്തി തരണ്ടേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടി വന്നിട്ട് തെറി പറയുക. ഇതെന്ത് വിചിത്രമായ ഒരവസ്ഥയാണ്. നമ്മൾ പല ദുരന്തങ്ങളും കടന്നു വന്നവരാണ്. കേരളം ഒറ്റക്കെട്ടായി കടന്നു വന്നവരാണ്.
ആ ഒറ്റക്കെട്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു, ഈ ദുരന്തമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട്. ഇതല്ലോ ദുരന്തമുണ്ടായി, ആ തൊട്ടടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്നത് ഇതുകൂടിയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉയരുക തന്നെ വേണം. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് നീണ്ടകരയിൽ കണ്ടില്ലേ, നീണ്ടകരയിലെ ഗൗതമിൻ്റെ അമ്മ, ഗൗതം എവിടെയാണ്? കടലിൽ പോയി കാണാതായി, വെള്ളം മറിഞ്ഞ്. ഗൗതമിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് കാര്യക്ഷമമായ തെരച്ചിലുണ്ടാവാത്തത്. അതായത് ഏതൊക്കെ തരത്തിൽ തിരയാം, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കാം എന്നുള്ളത് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങോട്ട് പറയുമ്പോഴാണ് ഉദ്യോഗസ്ഥർ പറയുകയാണ്, അത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലല്ലോ എന്ന്. അതായത് കാണാതെ പോയ ഗൗതമിൻ്റെ അമ്മ, കടലിൽ പോയ ഗൗതമിൻ്റെ അമ്മ ഡിമാൻഡ് ചെയ്തിട്ട് വേണോ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ അധികൃതർക്ക്? അതെന്ത് വിചിത്രമായ അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷനിലും ഇതിൻ്റെ ഏകോപനത്തിലുമൊക്കെ വലിയ പിഴവ് സംഭവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത് നടത്തേണ്ട, നേരിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇത് നടത്തേണ്ട ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് വലിയ ഉദാസീനത ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ഉദാസീനത കാണിക്കുന്നത്? ഇപ്പോൾ ഗൗതമിൻ്റെ അമ്മ കരയുന്നത് കേട്ടിട്ട് ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന്. കാരണം അവരോട് പറയുകയാണ്, നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർ, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളത് ഡിമാൻഡ് ചെയ്തില്ലല്ലോ എന്നാണ് എന്നോട് പറയുന്നതെന്നാണ് അവർ പറയുന്നത്. അതൊരു വീഴ്ചയല്ലേ? വീഴ്ചയെന്ന് മാത്രമാണോ അതിനെ പറയേണ്ടതെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒരു കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എത്ര വലുതാണ് സനീഷേ. ആ വേദന തിരിച്ചറിയാവുന്ന മനുഷ്യരാരെങ്കിലും ഇങ്ങനെ പ്രതികരിക്കുമോ ഇവരോട്? അത് ഒരു മര്യാദയില്ലാത്ത കാര്യം. 7-8 ദിവസമായിട്ട് കടലിൽ കാണാതായ അച്ഛന് വേണ്ടിയിട്ട് മകൾ മുറവിളി കൂട്ടുമ്പോൾ അതിനിടയിൽ വന്ന് ചീത്ത വിളിക്കാനായിട്ട് ഒരു സംഘം തയ്യാറായി നിൽക്കുകയാണ്. നമ്മളൊന്ന് വാർത്ത തന്നെ കൊടുത്തിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം വെച്ചിട്ട്. അതുപോലെ മറ്റൊന്ന് ഈ രാജേഷിൻ്റെ കാര്യത്തിൽ ഇത് തുടർച്ചയായി സംഭവിക്കണം. 1-2 കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഏത് ദുരന്തത്തിലും സംഭവിക്കും, സ്വാഭാവികമാണ്. കാരണം ഒരു കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മട്ടിലുള്ള ഒരു ദുരന്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ സംഭവിക്കുന്ന ചില വീഴ്ചകളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ വീഴ്ചയായി തന്നെ അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണോ ഇതിപ്പോൾ പ്രളയവും വലിയൊരു പ്രളയമല്ല, ഒരു പ്രളയ സമാനമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തിപ്പെടുമോ എന്ന് ഭയന്നു. ആ മട്ടിൽ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, കുറേ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി, കടൽ ക്ഷോഭിച്ചു, വെള്ളം മറിഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ഒരു കേരളത്തെ പൊതുവെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ദുരന്താവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 2018-ലോ 2019-ലോ ഒക്കെ നടന്ന ഒരു പ്രളയത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്കൊന്നും എന്തായാലും ചെന്നുപെട്ടിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലും ഇങ്ങനെ വീഴ്ചകൾ സംഭവിച്ചാൽ എങ്ങനെയാണ്? മാത്രമല്ല, നമ്മൾ ഈ രാജേഷ് മരിച്ച കാര്യം അറിയുമ്പോൾ നമ്മളെല്ലാം ഞെട്ടലോടെയാണല്ലോ അത് കേൾക്കുന്നത്. മൃതദേഹം കണ്ടെത്തി. അതായത് രാജേഷിൻ്റെ കാര്യത്തിൽ അവസാന നിമിഷം വരെ ആളുകൾ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. കാരണം എന്താണ്? ഒരു ഇൻസ്ട്രക്ടറാണ്, വെള്ളത്തിലൊക്കെ പോയി ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം ആണ് ഒലിച്ചു പോയിരിക്കുന്നത്. അത് എങ്ങനെയാണ് പോയത്? അവിടെ മലവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കർഷകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തുകയും അയാളെ വള്ളത്തിൽ കയറ്റിയിട്ട് അയാൾ ഇനിയും ഒലിച്ചു പോകരുതല്ലോ എന്നുള്ളതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് അയാൾക്ക് കൊടുത്തിട്ട് അയാളെ കരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആ രാജേഷ് പത്രങ്ങൾ എഴുതിയത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാം. പാറകളിൽ പിടിച്ചു കയറാൻ ശേഷിയുള്ള ഒരാളും അതിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുമാണ് രാജേഷ്. അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ കാത്തിരിക്കുന്നവരിൽ ഈ പറഞ്ഞ രാജേഷ് രക്ഷപ്പെടുത്തിയ ആൾ കൂടിയുണ്ട്. അയാൾ പറയുന്നുണ്ട്, എനിക്ക് 10-60 വയസ്സ് കഴിഞ്ഞതാണല്ലോ, ഈ 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ ലൈഫ് ജാക്കറ്റ് എനിക്ക് ഊരി തരണ്ടായിരുന്നു, ഞാൻ പോയിരുന്നതിൽ കുഴപ്പമില്ല, അയാളത്തെ ചെറുപ്പക്കാരനല്ലേ, ഒരു ചെറിയ കുടുംബമില്ലേ എന്നൊക്കെ അയാൾ പരിതപിക്കുകയാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ബോഡി കണ്ടെത്തി കഴിയുമ്പോൾ അത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ ഒരു ഫ്രീസറുള്ള ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ? അതിപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ സംസ്ഥാനത്ത് ഒരു ദുരന്തകാലത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഈ നമ്മളിപ്പോൾ അനാവശ്യമായ സംസ്ഥാന ബഹുമതികൾ കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. പക്ഷേ ആ മട്ടിലല്ല. ആ സമയത്ത് അയാളെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാ ബഹുമാനത്തോടെയും ആയിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു മൃതദേഹത്തോട് കാട്ടേണ്ട മര്യാദയുണ്ട്. അതിനുമപ്പുറത്ത് ഇങ്ങനെ അവനവന് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരാളോട് നമ്മൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നമ്മളിപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോഴിക്കോട് നൗഷാദ് മരിച്ചതടക്കമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച സമയത്ത് എങ്ങനെയാണ് അതിനോട് ഇടപെട്ടത്, എങ്ങനെയാണ് പ്രതികരിച്ചത്, എങ്ങനെയാണ് അയാളോടുള്ള ബഹുമാനവും അയാളോടുള്ള ഒരു ആദരവും ഈ സമൂഹവും സർക്കാരും എല്ലാവരും പ്രകടിപ്പിച്ചത്? അത് നമുക്ക് മുന്നിലുള്ള ഒരു മാതൃകയുണ്ടല്ലോ. ഇത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കാത്തത് ഇവിടെ രാജേഷിൻ്റെ കാര്യത്തിൽ? അതായത്
ഉദാസീനമായാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണെത്തേണ്ടടത്ത് കണ്ണെത്തുന്നില്ല എന്നുള്ളത് സംശയമില്ലാതെ പറയാവുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവരെല്ലാവരും എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഇവരെല്ലാം മോശമായി ചെയ്യുന്നു എന്നല്ല, ഇടപെടുന്നുണ്ട്, പക്ഷേ കാര്യക്ഷമമല്ല എന്നുള്ള കാര്യത്തിൽ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ കാര്യത്തിൽ കുറെ കൂടി ഗൗരവമായ ശ്രദ്ധ ഈ സർക്കാർ ചെലുത്തേണ്ടതുണ്ട്. അല്ല, അത് തന്നെയാണ് അതിനകത്ത് ഹർഷം പറഞ്ഞതെല്ലാം ഉണ്ട്. ഒന്ന് ഇതിനകത്ത് ഹർഷം, അതായത് ഈ പറഞ്ഞതിൻ്റെ കൂടെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതിൻ്റെ ടൂൾസും ഇതിൻ്റെ വാഹനങ്ങളും ഇതിലെ ആളെ രക്ഷിക്കാനുള്ള തോണികളും എന്നതുപോലെ തന്നെ വാക്കുകളുമാണ്. മനുഷ്യരോടുള്ള വർത്തമാനമാണ്. മനുഷ്യരോടുള്ള വർത്തമാനം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടു, ഒരു ദുരന്തത്തിൽപ്പെട്ടു, ഒരു വീട്ടിലൊരു മരണമുണ്ടായി. എന്താ അവിടെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ, അതിൽ കരയുന്ന ആളുകൾക്ക് വേണ്ടത്? അവരുടെ നാട്ടുകാരാകപ്പാടെ വരും, എല്ലാവരും ചുറ്റുപാടും നിൽക്കും, അത് ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിച്ചത് കൊണ്ട് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചൊന്നും കിട്ടില്ല. പെയ്ത മഴ പിൻവലിഞ്ഞു പോവില്ല. ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് മാറിപ്പോവില്ല. മരിച്ച ആളുകൾ മരിച്ചു തന്നെ പോകും. പക്ഷേ കൂടെ സഹജീവികൾ കൂടി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്, ഒരു ആശ്വാസം. മനുഷ്യർ നല്ല വാക്കുകൾ പറയുമ്പോൾ ഈ നമ്മുടെ ആരെങ്കിലും ഒരാളുടെ നല്ല വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും. പക്ഷേ മനുഷ്യരെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും തിരിച്ചു വരുമോ? ഇല്ല. പക്ഷേ മനുഷ്യരെന്താണെന്ന് വെച്ചാൽ ഇത്തരം അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഒന്നിച്ച് നിന്നിട്ടാണ്. മനുഷ്യൻ്റെ സഹജീവിതം അങ്ങനെയാണ്. ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നിന്നോട്ട് മനുഷ്യരാശി ഇവിടം വരെ എത്തിയത് ഇത്തരം ഈ പ്രകൃതി ദുരന്തങ്ങളെയും മറ്റ് അപകടങ്ങളെയും എല്ലാം തരണം ചെയ്ത് എന്താണ് ഒന്നിച്ചു കൂടി നിൽക്കുക എന്നതുകൊണ്ടാണല്ലോ. അതാണ് കഴിഞ്ഞ സർക്കാരുകൾ, കഴിഞ്ഞ 2 തവണത്തെയും സർക്കാരുകൾ, ഒരുപക്ഷെ അതിനു മുമ്പുള്ള സർക്കാരുകളും, പ്രത്യേകിച്ച് നമ്മൾ നൂറ്റാണ്ടിൻ്റെ പ്രളയം കണ്ടത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. അതാണ് കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയത്. അവരുടെ കാലത്തും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകണം, അവരുടെ കാലത്തും ഈ പറയുന്ന മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിറയെ. പക്ഷേ നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണ് ഇത് അതിജീവിക്കാൻ എന്ന ഫീല് അന്തരീക്ഷത്തിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യുമായിരുന്നു. നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്നൊരു ഫീല് അവർ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുമായിരുന്നു. പിന്നെ ആ സർക്കാർ ആകപ്പാടെ ഒന്നിച്ചു നിൽക്കുന്നു, ഒരു ലീഡർഷിപ്പ് ഉണ്ട് എന്ന തോന്നൽ അന്തരീക്ഷത്തിലാകെ സമൂഹത്തിലാകെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കുറഞ്ഞ രാഷ്ട്രീയക്കാരൊന്നും അല്ല ഉള്ളത്, നല്ല രാഷ്ട്രീയക്കാരാണ്, ഭരണ പാരമ്പര്യമുള്ള ആളുകളാണ്, പരിചയമുള്ള ആളാണ്. MLA-മാരായിട്ട് കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലത്ത് ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയ VD സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഓരോ ദിവസവും അക്കാലത്തെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു, ഓരോ തവണയും വിളിച്ചുകൊണ്ടിരുന്നു എന്ന് അദ്ദേഹം എഴുതിയത് കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നത് നമ്മളെല്ലാവരും വായിച്ചല്ലോ. അപ്പോൾ അതാത് ദിവസം ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ വിളിക്കുകയും കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പോൾ കഴിവില്ലാത്തതോ അല്ലെങ്കിൽ ഈ പരിചയമില്ലാത്തതോ ആയിട്ടുള്ള ആളുകളല്ല, പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഫീൽ ഉണ്ടാക്കുന്ന, ഈ സമൂഹത്തിനകത്തേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക, എല്ലാവരും ഒന്നിച്ചു നിൽക്കൂ, നമ്മളെല്ലാം ഒന്നിച്ചാണെന്നുള്ളത് ഇവർ പരാജയപ്പെട്ടു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കെ മുരളീധരൻ എല്ലാ വിഷയത്തെക്കുറിച്ചും തമാശ പറയുന്നു, അനാവശ്യമായുള്ള തമാശ പറയുന്നു എന്ന തോന്നൽ എനിക്ക് ഈ സർക്കാരിൻ്റെ ഉണ്ടാകലിന് ശേഷം, ഈ സർക്കാർ രൂപീകരണത്തിന് ശേഷം ഉണ്ടാക്കിയൊരു മന്ത്രിയാണ് കെ മുരളീധരൻ. ഞാൻ അദ്ദേഹത്തെ വളരെ കൗതുകത്തോടെ കാണുന്ന, നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു താല്പര്യമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹമെങ്കിൽ, പക്ഷേ ഈ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അനാവശ്യമായ വിധം നിസ്സാരീകരിക്കപ്പെടുന്ന പ്രസ്താവനകളാണ് നടത്തുന്നത്. അദ്ദേഹം ഈ തെരച്ചിലിനിടയിൽ കാണാതായ ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ വർഷം വായിച്ചില്ല, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ഈ മരിച്ച ആളുകളെ കിട്ടലൊക്കെ പാടാണ് എന്ന മട്ടിൽ ഇൻസെൻസിറ്റീവ് എന്ന് പറയാവുന്ന തരത്തിലുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകൾ നമ്മളിപ്പോൾ 3 ദിവസം 4 ദിവസം ഒക്കെ വെള്ളത്തിൽ കാണാതായിരിക്കുന്ന ആളുകളെ നമ്മൾ അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു, രക്ഷാപ്രവർത്തനം എന്നാണ് പറയുക, രക്ഷാപ്രവർത്തനം എന്നാണ് നമ്മൾ പറയുക. അത് ആ വാക്കുകൾക്ക് മൂല്യമുള്ളത് കൊണ്ടാണ്. ആ വാക്കുകൾക്ക് അവിടെ ആ പ്രയോഗങ്ങൾക്ക് അവിടെ സമാധാനിപ്പിക്കൽ ശേഷിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഭാഷയിൽ പോലും അങ്ങനെ ആളുകളെല്ലാം, ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു ഷെയർഡ് ആയിട്ടുള്ള അറിവിൻ്റെ ഭാഗമാണ്. 4-5 ദിവസം ഞാൻ വെള്ളത്തിൽ കടലിലോ പുഴയിലോ വീണാൽ അപ്പോഴും എനിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം എന്നാണ് പറയുക, എൻ്റെ മൃതദേഹത്തിനായുള്ള തെരച്ചിലെന്നല്ല. തെരഞ്ഞു കിട്ടുന്നത് എൻ്റെ മൃതദേഹമാണെങ്കിൽ ഇതാ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ വാക്കുകൾക്കും ഭാഷാപ്രയോഗത്തിനും അവിടെ സമൂഹത്തെ ആകപ്പാടെ അവരുടെ ബന്ധുക്കളെ മാത്രമല്ല സമാധാനിപ്പിക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ടാണ്. ആ തരം സെൻസിറ്റിവിറ്റി ഇവർ കാണിക്കുന്നേയില്ല. കെ മുരളീധരൻ അങ്ങേയറ്റം ഇൻസെൻസിറ്റീവായുള്ള വർത്തമാനമാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മൈക്കും കൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കയറി വരണ്ട, ഞാൻ വേണമെങ്കിൽ കാര്യമുള്ളപ്പോൾ ബ്രീഫ് ചെയ്തോളാം. അദ്ദേഹം പറയുന്നതിന് നാക്കിന് വിലങ്ങിട്ടാൽ മതി, അല്ലെങ്കിൽ നാക്കിനെ സമൂഹത്തിൻ്റെ പൊതുധാരണകളോട് ഇണക്കി ചേർത്താൽ മാത്രം മതി, പൊതുമര്യാദകളോട് ഇണക്കി ചേർത്താൽ മതി. അല്ലാതെ ഇതുപോലൊരു അങ്ങേയറ്റം ദുരന്തം പിടിച്ച സമയത്ത് എല്ലാ മാധ്യമങ്ങളും വരും, മന്ത്രിയെ കിട്ടിയാൽ മൈക്ക് നീട്ടും. അത് കേരളത്തിൻ്റെ രീതിയാണ്, കേരളത്തിൻ്റെ രീതിയാണ്. എല്ലാവരുടെയുമാണ് ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് എല്ലാവരുടെയും ദുഃഖമാണത്. അതുകൊണ്ട് മാധ്യമങ്ങൾ വരും, അവരോട് സാവധാനം കാര്യങ്ങൾ പറയുക എന്നതാണ് ചെയ്യേണ്ടത്. അതുണ്ടാകുന്നില്ല. അത് ഈ സർക്കാരിൻ്റെ ആകപ്പാടുള്ള ഏകോപന സ്വഭാവമോ, ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം
അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വി.ഡി. സതീശൻ കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ കൊടുക്കേണ്ടുന്ന ഫീൽ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. ആ ഫീല് അവരുണ്ടാക്കുന്നില്ല. ഇന്നലെ തന്നെ നമ്മളത് പറഞ്ഞു. ഒരു പ്രതിപക്ഷ MLA-ക്ക് എന്നെ അവലോകന യോഗത്തിന് വിളിച്ചില്ല എന്ന് പറയേണ്ടി വന്നു. അത് പറ്റിപ്പോയതാണ്. അടുത്ത അവലോകന യോഗത്തിൽ അദ്ദേഹത്തെ വിളിക്കാൻ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ടാണ് പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. പക്ഷേ അതല്ല, ഞങ്ങൾ മന്ത്രിമാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ MLA-മാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭരണപക്ഷ MLA ഫോൺ വിളിച്ച് കിട്ടിയില്ല എന്ന് പറയുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ മന്ത്രിസഭാ യോഗത്തിനകത്തായതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. തിരിച്ചു വിളിച്ചു എന്ന് വന്നല്ലേ നമ്മളോട് പറയേണ്ടത്. അദ്ദേഹം ഒരു ദുരന്തമുള്ള സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വിളിച്ചത്. ആ സെൻസിറ്റിവിറ്റി അദ്ദേഹം കാട്ടണ്ടേ. ഞാൻ അപ്പം തന്നെ തിരിച്ചു വിളിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്ന് പറയേണ്ടത്. ഇത് ശരിയാണ്. തിരുവനന്തപുരത്തും ഇവിടെ ഈ സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുന്ന ആളുകളെ ഇത് നേർക്കുനേർ ബാധിക്കുന്നില്ല. നമ്മുടെ കാലുകൾ നനയുന്നില്ല. പക്ഷേ നമ്മൾ കൂടെ ഈ വെള്ളത്തിനകത്താണ് എന്ന ഫീൽ ഉണ്ടായാലാണ് എല്ലാവർക്കും ഒരുപോലെ ഈ കാര്യങ്ങൾ അനുഭവപ്പെടുക. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത രൂപങ്ങളാണ് നമ്മളിപ്പോൾ ഗൗതമിൻ്റെ അമ്മയുടെ ശബ്ദങ്ങളിലൂടെയും ജോണിൻ്റെ മകളുടെ ശബ്ദത്തിലൂടെയും രാജേഷിൻ്റെ കാര്യത്തിൽ ആ വാർഡ് മെമ്പറുടെ ശബ്ദത്തിലൂടെയും കാണുന്നത്. രാജേഷിൻ്റെ കാര്യം ഹർഷൻ പറഞ്ഞു. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. 4 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു മനുഷ്യ ശരീരമാണ്. 4 ദിവസം വെള്ളത്തിൽ മുങ്ങി കിടന്ന അതിനുശേഷം കണ്ടെത്തിയ ഒരു മൃതശരീരം. അതും ഹർഷനിപ്പോൾ ശരിയാവണ്ണം പറഞ്ഞതുപോലെ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട്, മറ്റു മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളഞ്ഞ ഒരു 35 വയസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ, മൃതദേഹത്തെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആരുടെയാണെങ്കിലും ഈ 4 ദിവസം വെള്ളത്തിൽ കിടന്നൊരു ബോഡിയെ ഈ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആംബുലൻസ് ഒരു ഫ്രീസറിൽ വെക്കണം എന്നുള്ളൊരു കോമൺ നോളജ് അല്ലേ, അതൊരു കോമൺ സെൻസ് അല്ലേ. നമ്മൾ മനുഷ്യർ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ചുപോയ മനുഷ്യരോട് ആദരവ് കാണിക്കില്ലേ? അത് പെട്ടെന്ന് ജീവിതത്തിൻ്റെ പകുതിയിൽ വെച്ച് ജീവൻ പോയ, ഇതുപോലെ ഇത്ര വലിയ ദുരന്തത്തിലൊക്കെ പെട്ട് അതിൽ തന്നെ മറ്റുള്ള ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയുന്ന ഒരാളോടാകുമ്പോൾ കൂടുതലായിട്ട് നമുക്കൊരു ആദരവ് വരണ്ടേ? സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതൊരു കാര്യമല്ലേ അത്. ഇതിനകത്ത് ഒരു ഫ്രീസറിൽ ഇത് ആംബുലൻസിൽ പോകുമ്പോൾ ആംബുലൻസിൽ നിന്ന് മൃതശരീരത്തിൻ്റെ ദുർഗന്ധം വരികയാണ്. അപ്പോൾ അവർക്ക് പകുതി വെച്ച് നിർത്തിയിട്ട് മറ്റൊരു ആംബുലൻസ് വിളിച്ചു വരുത്തിയിട്ട് അതിനകത്ത് ഫ്രീസറുള്ള ഒരു ശവ പെട്ടിയിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? അങ്ങനെ സംഭവിക്കാനാകുന്ന വിധം നമ്മൾ കോവിഡ് കാലത്തും അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ചില സംസ്ഥാനങ്ങളിലും നമ്മുടെ ഈ നൂറ്റാണ്ടിലെ പ്രളയം നടന്ന കാലത്തും ഉണ്ട് അത്രയ്ക്ക് വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായോ? അങ്ങനെയല്ലല്ലോ. നമുക്ക് മറ്റു സംവിധാനങ്ങളും ഉള്ള ആളുകൾക്ക് കാര്യങ്ങളെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിൽ നിറയെ ആളുകളുള്ളൊരു കാര്യമല്ലേ നടക്കുന്നത്. അപ്പം അതിൻ്റെ കോർഡിനേഷൻ പിശകുണ്ട് എന്നിവർ മനസ്സിലാക്കണ്ടേ? ആ പെൺകുട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് തങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗുകാരോട് നിങ്ങളിങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വാർത്തകൾക്ക് താഴെ തെറിവിളിക്കുന്ന ആളുകളെ പേരും മുഖമുള്ള ആളുകളാണ് തെറിവിളിക്കുന്നത്. അവരുടെ സർക്കാരിനെ ചീത്ത വിളിക്കുകയാണ് ഈ പെൺകുട്ടി എന്നാണ് പറയുന്നത്. സ്വന്തം അച്ഛൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പെൺകുട്ടിയും ആ ഗ്രീഫിൽ, ആ അങ്ങേയറ്റത്ത് അഗാധമായ ദുഃഖത്തിൽ പറയുന്ന കാര്യത്തെ അത് ആ മട്ടിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ പൊതുപ്രവർത്തകരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുമാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മുടെ പാർട്ടിയുടെ ആളുകൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പാണക്കാട് തങ്ങളും കോൺഗ്രസ് പിന്നെ കുറേ കൂടെ ചെതറിയൊരു കൂട്ടരാണ്. ഇവർ ഒരു കേഡർ സമാനമായിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റാത്തത്? അതായത് കോവിഡിൻ്റെ കാലത്തും പ്രളയമുണ്ടായ കാലത്തും പള്ളിക്കകത്ത് ഭൗതിക ശരീരങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്ന് പറഞ്ഞ, വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം സമയബന്ധിതമായിട്ട് വീടുണ്ടാക്കിയിട്ട് മതജാതി വ്യത്യാസമില്ലാതെ അവിടെ ആളുകളെ കയറി താമസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നടത്തിയ, മാനുഷികതയുടെ വലിയ മൂല്യങ്ങൾ കാണിച്ച ഈ പാർട്ടിയുടെ നേതൃത്വം അവിടെ ഇരിക്കെ, നിസ്സംഗരായിട്ടിരിക്കെ ഇവരിങ്ങനെയൊക്കെ തെറിവിളിക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുക? ഇതൊക്കെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് അങ്ങേയറ്റം വഷളായിട്ടുള്ള കാര്യങ്ങളാണ്. സൊസൈറ്റി എന്ന നിലക്ക് മനോവൈകല്യങ്ങളുള്ള മനുഷ്യർ ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുകളിൽ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ പവറുള്ള ശബ്ദം ഇങ്ങനെ മുഴങ്ങുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് നിൽക്കണം, നമ്മൾ ഒന്നിച്ചിറങ്ങണം, നമ്മളെല്ലാവരും കൂടെ നിൽക്കുകയാണ്, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെന്ന തോന്നലിൻ്റെയും ഇതെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടുന്ന സമയമാണ് എന്ന ഫീൽ ഉണ്ടാക്കുന്ന വർത്തമാനം വരുമായിരുന്നു. അധികാര പദവിയിലുള്ള മനുഷ്യരിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ട് തരംഗങ്ങൾ എന്ന പോലെ സമൂഹത്തിൽ പ്രതിഫലിക്കും. എല്ലാ ആളുകളും അതിന് വഴങ്ങും. അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുന്നില്ല. വാശി പോലെയാണ്. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ശബ്ദം കൂട്ടി ഇവിടുന്ന് വല്ലതും പറഞ്ഞാൽ അപ്പോൾ അധികാര പദവിയിലിരിക്കുന്ന ആളുകൾ എന്നെ വിമർശിക്കുകയാണോ എന്ന് തോന്നലാണ് ഉണ്ടാകുന്നത്. അതും ഇതുപോലൊരു സമയത്ത് അതിനെ മറികടക്കാനുള്ള മാനുഷികമായ ഔന്നത്യം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഭരണാധികാരികളെ കൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു മന്ത്രിയും പറയില്ല ഈ ഡെഡ് ബോഡിയൊക്കെ വരാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ എന്ന മറ്റൊരു ഇൻസെൻസിറ്റീവായിട്ട് ആരും പറയില്ല, ഒരാളും പറയില്ല. ഈ അങ്ങേയറ്റം വലിയ ഗ്രീഫിൽ, സങ്കടത്തിൽ നിന്ന് ആളുകൾ, ബന്ധുക്കളെ നഷ്ടപ്പെട്ട മനുഷ്യർ ചൂടാകുമ്പോൾ, അവരുടെ ശബ്ദം പൊങ്ങുമ്പോൾ അതിനെ നല്ല കാരുണ്യത്തോടെയും സഹജീവി സ്നേഹത്തോടെയും
അർഹിക്കുന്ന വികാരത്തോടെയും കാണാൻ എല്ലാ നേതാക്കൾക്കും പറ്റും. അങ്ങനെ ഉള്ളൊരു ഒരു ഭരണകേന്ദ്രം ഉണ്ടെങ്കിൽ, അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കണ്ടെത്തുന്ന ഓരോ ഭൗതിക ശരീരവും, അതിപ്പോൾ രാജേഷിൻ്റേത് മാത്രമെന്നല്ല ആരുടേതും, അത് അർഹിക്കുന്ന അങ്ങേയറ്റത്തെ ആദരവോടുകൂടി തന്നെ ഫ്രീസറിലും മറ്റും തന്നെ സംവിധാനങ്ങളോടുകൂടി തന്നെ പുറത്തേക്ക് പോകൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവർക്ക് ചെറിയ കാലമായിട്ടുള്ളവർ വന്നിട്ട് എന്നതൊരു കാര്യം തന്നെയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യവും നമുക്ക് നിഷേധിക്കാവുന്നതല്ല. പക്ഷെ അവരുടെ വീഴ്ചകൾ അവർ പരിഹരിക്കേണ്ടതാണ്. അവരുടെ വീഴ്ചകൾ ഞാൻ കാണുന്നത് അവരുടെ വർത്തമാനത്തിൽ ഉള്ള പെശകാണ്. അവർ വർത്തമാനം പറയണം എന്ന് അവർ വിചാരിക്കുന്നില്ല. ഇത് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്തോ പരിഹാസ്യമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരാണ് ആ രാഷ്ട്രീയ പാർട്ടികളുടെ, ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താഴെ നിൽക്കുന്നത്. പക്ഷേ അവർക്കനുസരിച്ച് താഴരുത്. അവർക്ക് അണികളേക്കാൾ മുകളിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങളുടെ ശരിയായ, ലോകത്ത് എവിടെയാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ എന്താ ഉണ്ടാവുക, അത്തരത്തിലുള്ള ശരിയായ വാക്കുകളും വർത്തമാനങ്ങളും പറയാൻ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും മറ്റ് സംവിധാനങ്ങളും തയ്യാറാകണം എന്ന് പറയുകയാണ് നമ്മൾ വേണ്ടത്. ഒരു കാര്യം, ഈ അണികളുടെ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ളവരുടെ തിളപ്പിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് അവർ പ്രചരിപ്പിക്കുന്നതാണ് ഇതിൻ്റെ മുഖം എന്ന് വന്നു കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ചു. കാരണം കുറേ പണിയെടുക്കുന്നവരാണ് ഈ മന്ത്രിമാർ, മിക്കവാറും ബഹുഭൂരിപക്ഷം പേരും. അവർ കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നവരാണ്. പക്ഷേ അതെല്ലാം നിഷ്പ്രഭമായി പോകുന്ന തരത്തിലാണ് അണികളുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ആളുകൾക്ക് സർക്കാരിനോട് പ്രതിഷേധം, അതായത് വേറെ ആരുമല്ലോ, ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങിയിട്ട് പ്രതിഷേധിക്കുന്നതിൻ്റെ അടിയിലല്ല തെറി പറയുന്നത്. അത് കുടുംബത്തിൽ നിന്ന് അംഗങ്ങളെ നഷ്ടമായ, കാണാതായ ആളുകൾ അവരുടെ വേദനകൾ പങ്കുവയ്ക്കുമ്പോഴാണല്ലോ ഇവരടി വന്ന് തെറി പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നതും എല്ലാം അതിന് അടിയിലായി പോകും എന്നുള്ളതാണ് ഇവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇതിൽ ഊന്നി നിന്ന് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ മറ്റു എല്ലാ തലത്തിലും, ഇപ്പോൾ ഇന്നിപ്പോൾ കുമരകത്ത് കണ്ടോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്തോ ഗോപിയോ പറയുന്നത് ഇങ്ങോട്ടാരും വരണ്ട എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പോലും ഒരു കുഴപ്പമുണ്ട്. കാരണം ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതിനപ്പുറത്ത് എങ്ങനെ നമുക്ക് ഒന്നിച്ച് ഇതിനെ അതിജീവിക്കാം എന്നുള്ള ഒരു ആലോചനയിലേക്ക് തന്നെയാണ് അത് പോവേണ്ടത്. വീട്ടിൽ നിന്ന് കൂടും കുടുക്കയും എടുത്ത് ഇറങ്ങി ഓടി എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നീന്തി രക്ഷപ്പെട്ട് പോകാം എന്ന് കരുതുന്ന ആളെ കൂടുതൽ അങ്കലാപ്പിലാക്കുകയല്ലേ. ഇനി നാളെ അവിടെ കൂടുതൽ മഴ, ഇന്ന് വീണ്ടും മഴ മുന്നറിയിപ്പും കാര്യങ്ങളും എല്ലാം പ്രശ്നങ്ങളാണ്. കിഴക്കൻ മേഖലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുമരകം അടക്കമുള്ള പ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലാവും. അപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറയും? എങ്ങനെയാണ് അതിനെ നേരിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ ഭരണ സംവിധാനങ്ങളുമായി അല്ലെങ്കിൽ സർക്കാരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇക്കാര്യത്തിൽ അവ്യക്തത, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ നേതൃത്വം വളരെ കൃത്യമായി ഒരു ആത്മവിശ്വാസം കൊടുത്താൽ, ഒപ്പമുണ്ടെന്നുള്ള തോന്നൽ കൊടുത്താൽ ഈ കാര്യങ്ങളെല്ലാം നേരെയാവും. അതാണ് മറ്റൊരാളെ രക്ഷിക്കുന്നതിനിടെ മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയ രാജേഷിൻ്റെ മൃതദേഹത്തോട് സംസ്ഥാനത്തുണ്ടായത് വൻ അനാദരവാണ്. 4 ദിവസം പഴക്കമുള്ള മൃതദേഹം എംബാം ചെയ്യാനോ ഫ്രീസർ സൗകര്യം ഒരുക്കാനോ അധികാരികൾ തയ്യാറായില്ല. രാജേഷിൻ്റേത് സമാനതകളില്ലാത്ത ജീവത്യാഗമാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ അനാസ്ഥയിൽ പക്ഷേ നടപടിയെടുക്കാൻ ഇതുവരെയും തയ്യാറായോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ അച്ഛനെ തേടിയിറങ്ങിയ മകൾക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ സൈബർ ആക്രമണമാണ്. അതിപ്പോഴും തുടരുകയുമാണ്. സർക്കാർ അനാസ്ഥയെ വിമർശിച്ച ഒരു പെൺകുട്ടിയെ ഹീനമായി വലിച്ചു കീറുകയല്ലേ ഈ സൈബർ ഹാൻഡിലുകൾ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ സമാനമാണ് നീണ്ടകരയിൽ കടലിൽ കാണാതായ മകന് വേണ്ടിയുള്ള അമ്മയുടെ പ്രതിഷേധവും. അപകടം നടന്ന 7 ദിവസമായിട്ടും നടപടി സ്വീകരിക്കാൻ ഒരമ്മയ്ക്ക് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്നു. ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് തെരച്ചിൽ നടത്താത്തതെന്നായിരുന്നു കോസ്റ്റൽ പോലീസിൻ്റെ വാദം. കടലിൽ കാണാതായ ഒരു ജീവന് വേണ്ടി തെരച്ചിൽ നടത്താൻ ഒരമ്മയുടെ കണ്ണീർ കാണണം എന്ന വാദം അപലപനീയമാണ്. പല കോണുകളിൽ നിന്നും ഉയരുന്ന ഈ പരാതികളും പ്രതിഷേധങ്ങളും ദുരന്തകാലത്തെ കുത്തിത്തിരിപ്പ് എന്നോ രാഷ്ട്രീയം കലർത്തലെന്നോ പറഞ്ഞ് ഇനിയും സർക്കാരിന് തള്ളിക്കളയാനാകില്ല. RDXൽ ഒരു ഇടവേള.